ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സുധാ മഴമേഘത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഉപ്പിലിട്ട, അതായത് വെജിറ്റബിൾസൊക്കെ നമുക്ക് പലതരം വെജിറ്റബിൾസ് ഉപ്പിലിടാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ക്യാരറ്റും കോവയ്ക്കും കൂടെ 5-6 കഷ്ണം പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടെ. അപ്പോൾ ഇത് ഇടുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. വരൂ. ഊട്ടി ക്യാരറ്റ്, പിന്നെ കുറച്ച് പച്ചമുളകും, വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്ക, പിന്നെ കുറച്ച് മുളപ്പിച്ച വെളുത്തുള്ളി. അതിന് പുറമെ കോവയ്ക്ക നമ്മൾ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. ഇത് നമുക്ക് ഉപ്പിലിടാം വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നല്ല പിഞ്ച് കോവയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ നീളത്തിൽ അരിയുക കേട്ടോ. പിന്നെ ക്യാരറ്റ് ഉണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇതുപോലെ നീളത്തിൽ കഷ്ണമായിട്ട് അരിഞ്ഞതിന് ശേഷം കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഹോർലിക്സ് കുപ്പിയിലോ, നല്ല കുപ്പിയുടെ കുപ്പി, അതായത് ഗ്ലാസ് ബോട്ടിലൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഉപ്പിലിട്ട് അച്ചാർ പോലെ കഴിച്ചാലുണ്ടല്ലോ, ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും സൂപ്പറായിട്ട് കഴിക്കാം. ഡൈജഷനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാരറ്റ് കണ്ടില്ല, ഇങ്ങനെ നീളത്തിൽ നമ്മൾ അരിയുക. ഇനി നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടികൾ. വളരെ വളരെ സിമ്പിളാണ്. ഉപ്പിലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമല്ലേ. മാങ്ങ സീസണൊക്കെ ആയാൽ മാങ്ങ ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് ഇതുപോലെ വിനാഗിരിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കിടിലനാണ്. ഇനി നമുക്ക് ആ മുളപ്പിച്ച വെളുത്തുള്ളി അതിങ്ങനെ നീളത്തിൽ, അതായത് 2 കഷ്ണം അല്ലെങ്കിൽ 4 കഷ്ണം ആക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഇതും ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും, നല്ല ഫ്ലേവറും കിട്ടും. പിന്നെ വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഒഴിവാക്കി തരുമല്ലോ. അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ അരിയുക. അങ്ങനെ ക്യാരറ്റ്, വെളുത്തുള്ളി, കോവയ്ക്ക, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പിലിടാം കേട്ടോ. ഒരു 30 വർഷമായി കാണും ഈ ഹോർലിക്സ് കുപ്പി. അമ്മ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ അച്ചാറിടാനും ഉപ്പിലിടാനൊക്കെ എപ്പോഴും ഈ ഹോർലിക്സ് കുപ്പികളാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ആ മുറിച്ച് വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടെ ഈ ഹോർലിക്സ് കുപ്പിയിലേക്ക് ആദ്യം ഫില്ല് ചെയ്യുക കേട്ടോ. വളരെ സിമ്പിളാണ്. ഇങ്ങനെ വാരിയെടുക്കുക, അതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ പ്രത്യേക ഒരു കാര്യം, ഹോർലിക്സ് കുപ്പി നന്നായിട്ട് കഴുകി തുടച്ചതാണ്. പിന്നെ ഈ പറഞ്ഞ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കഴുകി തുടച്ചതിന് ശേഷമാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഇട്ടു, ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ പച്ചമുളകുണ്ട്. അവസാനം നമുക്ക് ഈ കോവയ്ക്ക് എല്ലാം കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് അതിൽ പിടിച്ച് ഒരാഴ്ച മതി മാക്സിമം. ഇത് ഉപ്പൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ ആഹാ, ഓഹോഹോ, അടിപൊളി. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഇതിൽ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഓൾമോസ്റ്റ് പകുതി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻ നമ്മൾ വിനാഗിരി ഒഴിച്ച് ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ പകുതി വെള്ളവും പകുതി വിനാഗിരിയും. അപ്പോൾ നമ്മൾ കല്ലുപ്പാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കല്ലുപ്പ് ഇട്ട് വെച്ച ജാറ് കണ്ടോ, ഇത് പഴയ ചില്ലിൻ്റെ ജഗ്ഗാണ്. ഇതിലാണ് നമ്മൾ എപ്പോഴും കല്ലുപ്പ് എടുത്ത് വെക്കാറ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ്, കോവയ്ക്ക, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഉപ്പിലിടുന്ന ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടില്ലേ. മുകളിൽ ആ കല്ലുപ്പും ഉണ്ട്. ഇതിങ്ങനെ ഒരാഴ്ച ഇരുന്നോട്ടെ. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം അല്ലേ. അടച്ച് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളും ചെയ്യുക. ഓക്കെ, അപ്പോൾ സുധാ മഴമേഘത്തിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റും നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പം അമ്മ ഇവിടെ എല്ലാം സിമ്പിളാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം. ഇവിടെ എല്ലാം സിമ്പിളാണ്. അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടോളൂ.